ഉയിർപ്പ് നാലാം ബുധൻ. വിശുദ്ധ മത്തായി സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ശിശുക്കൾക്ക് നൽകുന്ന ജ്ഞാനം, ക്ലേശിതർക്ക് ആശ്വാസം. ലോകത്തിലെ പരമമായ ജ്ഞാനം പിതാവിനെക്കുറിച്ചുള്ള അറിവാണ്. പിതാവിന്റെ ഹിതമനുസരിച്ച് പുത്രൻ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ശിശു സമാനമായ ഹൃദയമുള്ളവർക്കാണ്. ദൈവത്തെ പിതാവായി കാണുകയും എല്ലാറ്റിലും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നവരൊക്കെ ശിശുക്കളാണ്. ലോകവിജ്ഞാനികളെന്ന് സ്വയം അഹങ്കരിക്കുന്നവർ അവരുടെ നിലനിൽപ്പിനും ഇംഗിതത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി ദൈവമക്കളെ കഷ്ടത്തിലാക്കുന്നു. അവർ മോശയുടെ കൽപ്പനയുടെ കൂടെ അവരുടെ കൽപ്പനകളും കൂട്ടിക്കലർത്തി നിയമത്തെ വികൃതമാക്കുകയും ഭാരപ്പെടുത്തുകയും ചെയ്തു. മനുഷ്യമുഖമുള്ള പുതിയ നിയമം യേശു നൽകി. ദുഃഖിതർക്കും പീഡിതർക്കും അനുകൂലമായ നിയമങ്ങളായിരുന്നു അവ. സഹോദര സ്നേഹത്തെ ദൈവകൽപ്പനയുടെ തുല്യമാക്കിക്കൊണ്ട് പരസ്നേഹത്തിന് അവൻ മുൻഗണന നൽകി. അങ്ങനെ നിയമജ്ഞർ സാധാരണക്കാരന്റെ ചുമലിൽ കെട്ടിവച്ച ഭാരം യേശു ഇറക്കിവെച്ചു. മനുഷ്യന്റെ സ്വാഭിമാനത്തെ നഷ്ടപ്പെടുത്തിയ റബ്ബിമാരുടെ സ്ഥാനത്ത് മനുഷ്യന്റെ അഭിമാനത്തെ ഉയർത്തിക്കാട്ടുന്ന കരുണയുടെയും സ്നേഹത്തിന്റെയും നിയമത്തെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് യേശു പ്രഖ്യാപിച്ചു. ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ അവൻ ഏൽപ്പിച്ചു തരുന്ന നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്.